നമ്മൾ ഇന്ത്യക്കാർ പല കാര്യത്തിലും മുൻപിലാണ് അല്ലേ? പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യൻസ് ഭയങ്കര പുലികളാണ്. പല നാടുകളിൽ പോയാലും പല വലിയ വലിയ മൈക്രോസോഫ്റ്റ് എടുത്താലും ആപ്പിൾ എടുത്താലും ഏത് ടെക് കമ്പനി എടുത്താലും എന്ത് കമ്പനി എടുത്താലും അതിൻ്റെയൊക്കെ തലപ്പത്ത് നമ്മൾ ഇന്ത്യക്കാരുണ്ടാവും. നമ്മളിപ്പം ദുബായ് പോലെയുള്ള പല രാജ്യങ്ങൾ, ഇപ്പോൾ യൂറോപ്പ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും സൗദി ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റിനാണെങ്കിലും ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻസ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ ടെക്നോളജിയിൽ നമ്മൾ വലിയ കേമന്മാരായിട്ടുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കഴിവ്, നമ്മുടെ ഈ ടെക്നോളജിയുടെ കഴിവ് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദുബായിൽ നമുക്ക് RTO സിസ്റ്റം ഒക്കെ നമുക്കറിയാം അല്ലേ? ദുബായ് RTA സിസ്റ്റം. നമുക്ക് ഒരു ലൈസൻസ് എടുക്കണമെങ്കിലോ വണ്ടിയുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണമെങ്കിലോ ഇതൊക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നതിലൊക്കെ ഇന്ത്യക്കാരുടെ പങ്ക് വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഒരു ചിപ്പ് പോലും ഘടിപ്പിച്ച ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ലാമിനേറ്റഡ് ഷീറ്റിൽ ഒരു QR കോഡ് മാത്രമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഒരു ചിപ്പ് എനേബിൾഡ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി ഇതിനെപ്പറ്റിയോ ഒന്നുമല്ല. വിമാനയാത്രകളിൽ നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് സെക്യൂരിറ്റി ചെക്കിങ്ങിലുള്ള ഒരു പ്രശ്നം. അതായത് നമ്മൾ ഇന്ത്യൻ എയർപോർട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതിപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ട്രാൻസിറ്റ് ആണെന്നുണ്ടെങ്കിലും, നമ്മൾ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗുകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹാൻഡ് ബാഗിൽ നമുക്ക് കൊണ്ടുപോകാൻ പാടുള്ളതും കൊണ്ടുപോകാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളാണ് അവർ നമ്മുടെ ബാഗിൽ നിന്നും നമ്മളെ വിലക്കുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, എന്തെങ്കിലും വെപ്പൺസ് ആരെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടോ, ഡ്രഗ്സ് ആരെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ആരെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഈ സെക്യൂരിറ്റി ഇതെന്ന് പറയുന്നത്. അപ്പോൾ വിമാനങ്ങളിൽ പൊതുവേ നമുക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് നമ്മളെപ്പോഴും ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. വിമാനത്തിൻ്റെ വെബ്സൈറ്റുകളിൽ കൊടുത്തിട്ടുണ്ടാവാം. എയർപോർട്ട് സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയകളിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അതിനകത്ത് ഗൺ കൊണ്ടുപോകാൻ പാടില്ല, മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ല, പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം പോലെയുള്ള ഇത്ര 100 ml കൂടുതലുള്ള വെള്ളമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ പ്രത്യേകം, ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതല്ലാതെ വേറൊരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് ഒരു സാധനം വിമാനത്തിനുള്ളിൽ കൊണ്ടുപോയി മറ്റൊരാളെ ഹാം ചെയ്യാം എന്ന് തോന്നിക്കുന്ന ഒരു സാധനവും ഇതിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ്. ചില വിമാന കമ്പനികൾ ഈ പവർ ബാങ്കുകളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ഇലക്ട്രോണിക്സും നമുക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ യാത്രകളിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത്, എൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ടാവും, എൻ്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോണുകൾ ഉണ്ടാവും, പിന്നെ എൻ്റെ ട്രൈപോഡ്, എൻ്റെ ക്യാമറ, ആക്ഷൻ ക്യാമറ, പിന്നെ മൈക്ക്, ഇതുപോലുള്ള സാധനം, അങ്ങനെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാവാം. ഐപാഡ് ഉണ്ടാവാം, പണ്ട് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് കുറേ ചാർജിങ് കേബിളുകൾ ഉണ്ടാവും, അഡാപ്റ്ററുകൾ ഉണ്ടാവാം. അങ്ങനെ പല ഇലക്ട്രോണിക് സാധനങ്ങളും എൻ്റെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഒരു എയർപോർട്ട് യാത്രയിൽ ഞാൻ എയർപോർട്ടിൽ ചെന്ന് സെക്യൂരിറ്റി ചെക്ക് പോകുമ്പോഴത്തേക്കിനും ഇന്ത്യൻ എയർപോർട്ട് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാഗിലുള്ള എയർപോർട്ട് മുതൽ ഒരു ചാർജിങ് കേബിൾ മുതൽ എല്ലാ സാധനവും ഞാൻ എൻ്റെ ബാഗിൽ നിന്നും പുറത്തെടുത്ത് ട്രേയിൽ നിരത്തിയിടണം എന്നുള്ളത് ഒരു കാര്യമാണ്. എല്ലാ സാധനങ്ങളും, ഈച്ച് ആൻഡ് എവറിത്തിങ് എൻ്റെ ബാഗിൽ നിന്നും പുറത്തെടുത്തിടണം. എൻ്റെ എന്ന് മാത്രമല്ല, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവരുടെ ചാർജിങ് കേബിൾ പോലും, അതായത് നമ്മൾ വെറുതെ ഉള്ള ഒരു ചാർജിങ് കേബിൾ പോലും നമ്മളെടുത്ത് പുറത്തിടണം എന്ന് നമുക്ക് ആക്ച്വലി അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്തരത്തിലാണ്. ഇനി നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ബാഗിൽ നിന്നും എടുത്ത് പുറത്തിടാൻ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ചെക്കിൽ നമ്മുടെ ബാഗ് അവർ പിടിച്ചു വെക്കുകയും അവർ വീണ്ടും അതിൽ നിന്നും എടുത്ത് പുറത്തിട്ടിട്ട് വീണ്ടും അത് സ്കാൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഒരു 10-15 മിനിറ്റ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ മാത്രമല്ല, ബാക്കിയുള്ള പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അത് വളരെ നീണ്ട ഒരു നിര, പല സമയങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിൽ ഇന്ത്യൻ എയർപോർട്ടുകളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൊച്ചി പോലെയുള്ള സ്ഥലത്ത് വളരെ പഴഞ്ചൻ സെക്യൂരിറ്റി മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പല എയർപോർട്ടുകളിലും ഈ മെഷീൻസിന് ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല. നമുക്കറിയാം
ഇപ്പോൾ ഏതൊരു ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ രൂപത്തിലും ഒരു ബോംബോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്തായിരിക്കാം ഈ പറഞ്ഞ രീതിയിലെല്ലാം പുറത്തെടുത്ത് വെപ്പിക്കുന്നത്. പക്ഷേ ചില വികസിത രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, വികസിത രാജ്യങ്ങൾ എന്ന് പറയാനായിട്ട് എല്ലാ വികസിത രാജ്യങ്ങളെന്ന് വേണം പറയണ്ട, ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ യാത്ര ചെയ്യുന്നു, അമേരിക്കയിൽ യാത്ര ചെയ്യുന്നു, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഓരോ രാജ്യങ്ങളുടെയും നിയമം വ്യത്യസ്തമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഐപാഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി. ചില സ്ഥലങ്ങളിൽ ഡ്രോൺ ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് വെക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെക്കണം. പക്ഷേ ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും വിമാനത്താവളങ്ങളുള്ള രാജ്യം, ഇത്രയധികം വിമാനയാത്രികരുള്ള രാജ്യം, ഇത്രയും ടെക്നോളജിയിൽ മുൻപന്തിയിലാണെന്നൊക്കെ പറയുന്ന രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് ഇത്തരത്തിലാണ് വിമാനയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു എയർപോർട്ടിൽ മാത്രമാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള പല എയർപോർട്ടുകളിലും നമുക്ക് ഡ്രോൺ പോലും ഒന്നും ഡ്രോൺ എടുത്ത് വെക്കേണ്ട, ഐപാഡ് എടുത്ത് വെക്കേണ്ട, ലാപ്ടോപ്പ് എടുത്ത് വെക്കേണ്ട, ഒന്നും എടുത്ത് വെക്കേണ്ട. ജസ്റ്റ് നമ്മുടെ ബാഗ് അവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ചിലപ്പോൾ അവർ ഷൂ ഊരിപ്പിക്കും. അതല്ലാതെ ഇപ്പോൾ അമേരിക്കയിൽ ഷൂ ഊരുന്ന പരിപാടിയില്ല. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഷൂ ഊരുന്ന പരിപാടിയില്ല. അവർക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയാൽ മാത്രമേ അവർ ഷൂ ഊരിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പരിപാടികൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ ഉപയോഗിക്കുന്ന സ്കാനിങ് സിസ്റ്റം എഫിഷ്യൻ്റ് അല്ലാഞ്ഞിട്ടാണോ, അതോ അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കുന്ന അവരുടെ എഫിഷ്യൻസി ഇല്ലാഞ്ഞിട്ടാണോ ഇത് ഇപ്പോഴും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതിൽ എനിക്കിപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പല എയർപോർട്ടുകളിലും നമുക്കിപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്കാനിങ് സിസ്റ്റത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ശരിയാണ്, ഇന്ത്യ കുറച്ച് ത്രെട്ടുള്ള രാജ്യമാണ്. അതേപോലെ അതിനപ്പുറത്ത് ത്രെട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കക്കാർക്കും ബാക്കിയുള്ള ആളുകൾക്കും ഇതൊക്കെ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? എന്തുകൊണ്ട് അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ എയർപോർട്ടുകൾ ചെയ്യുന്നില്ല? ഇത്രയും ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നതല്ലേ, എയർപോർട്ട് യൂസർ ഫീ ചാർജസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നതല്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? എന്തുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറുന്നില്ല? സെക്യൂരിറ്റി സ്ക്രീനിങ് വേണം, വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഓരോ വിമാനയാത്രികൻ്റെയും മറ്റുള്ള ആളുകളുടെയും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിലൂടെ കടന്നു പോകുമ്പോഴാണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ സിംപ്ലിഫൈഡ് ആക്കാൻ സാധിക്കുന്ന അത്ര ടെക്നോളജി വളർന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ഇതുവരെ ആ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ തായ്ലൻഡും മലേഷ്യ, സിംഗപ്പൂരും അങ്ങനെ പല രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടാവാം. അവിടെ പോലും ഈ പറഞ്ഞ രീതിയിൽ പല സാധനങ്ങളും ബാഗിൽ നിന്നും പുറത്തെടുത്തിടേണ്ട, പ്രത്യേകിച്ച് ചാർജർ കേബിൾ പോലും പുറത്തെടുത്തിടേണ്ട ഒരു ആവശ്യവും വരാറില്ല എന്നുള്ളതാണ് ശരിക്കും വസ്തുത. എന്തിന് നമ്മുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിലും ശ്രീലങ്കയിലും പോലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. ബിക്കോസ് അവിടുത്തെ ആൾക്കാർ അത്രയധികം എഫിഷ്യൻ്റാണ്, അവരുടെ മെഷീൻസ് അത്രയധികം എഫിഷ്യൻ്റാണ്. നേപ്പാളിൽ പണ്ട് കാലത്ത് ഉള്ള ആ ഒരു എഫിഷ്യൻസിയുടെ കുറവ് കാരണവും ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാരണവുമാണ് മറ്റേ എയർ ഇന്ത്യയുടെ ആ ഒരു ഹൈജാക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചത്. പണ്ട് കാലത്ത് നമ്മുടെ ഈ 9/11 അറ്റാക്ക്, അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത സംഭവങ്ങളൊക്കെ സംഭവിച്ചത് ഈ പണ്ട് കാലത്ത് ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ് ഇത്രയധികം സ്ട്രിക്റ്റ് അല്ലാതിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത്രയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കാലത്ത്, ഈ പറഞ്ഞ നല്ല മെഷീനുകളുള്ള ഈ ഒരു കാലത്ത് ശരിക്കും ആ ഒരു പ്രോസസ്സ് ഈസി ആക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു 15-20 മിനിറ്റൊക്കെ ഒരു വിമാനത്താവളത്തിൽ ഒരു ആൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ചിലവഴിക്കുക, അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു പാസഞ്ചറിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പല രാജ്യങ്ങളിലും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സെക്യൂരിറ്റി സ്ക്രീനിങ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും കേമന്മാരായ ടെക്നോളജിയിൽ ഇത്രയും വലിയ കേമന്മാരാണ് നമ്മൾ സ്വന്തം അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് നമ്മുടെ എയർപോർട്ടുകൾ ഇപ്പോഴും പിന്നിലാണ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ എനിക്കത് വളരെ വിഷമം ഉളവാക്കാറുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ പല യൂട്യൂബേഴ്സും, ഇപ്പോൾ ഡ്രൂബിൻസ്കിയുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. പുള്ളി അവിടെ സെക്യൂരിറ്റി ചെക്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങളും പെറുക്കിയെടുത്ത് വെക്കുന്നു, തിരിച്ചെടുത്ത് വെക്കുന്നു. ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സോ തിങ്സ് ഹാസ് ടു ബി വെരി ഈസി ആൻഡ് അതേസമയം എഫിഷ്യൻ്റ് ആവുകയും വേണം, ഈസി ആവുകയും വേണം. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടുകളിലെ സെക്യൂരിറ്റിയിലിരിക്കുന്ന ജീവനക്കാരെ കുറിച്ചിട്ടാണ്. എനിക്ക് ആരോടും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ചെയ്യുന്ന അവരുടെ ജോലിയാണ്, അവർ എഫിഷ്യൻ്റായി ജോലി ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പല സമയത്തും ഈ തിരക്കുകൾക്കിടയിലും ഇത്രയും വലിയ നീണ്ട ക്യൂ ആണെന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ സൊറയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന്, ചിലപ്പോൾ മൊബൈലിൽ കുത്തിയിരുന്ന്, അല്ലെങ്കിൽ അവർ
പലപ്പോഴും വളരെ അലസരായിട്ട് ജോലി ചെയ്യുന്നവരായിട്ട് എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ എയർപോർട്ടുകളിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഡൽഹിയിലും മുംബൈയിലും ഒക്കെ പോകുമ്പോഴത്തേക്കിനും, ബാംഗ്ലൂർ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഡൽഹിയൊക്കെ ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് നമുക്ക് തിരക്കുള്ള സമയമാകുമ്പോഴത്തേക്കിനും ഇവർക്കും ഭ്രാന്ത് പിടിക്കുമല്ലോ, നമുക്കും ഭ്രാന്ത് പിടിക്കും, ഇവർക്കും ഭ്രാന്ത് പിടിക്കും. അപ്പോൾ വളരെ അലസമായിട്ട് ജോലി ചെയ്യുന്നവരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ലോ ആണ് ഇവർ, ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. ഒന്നാമത് ആ മെഷീൻസ് സ്ലോ ആയിരിക്കും, ഇവർ സ്ലോ ആണ്. അത് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു രാജ്യത്ത് പോയി ഇറങ്ങുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ രാജ്യത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും അവിടുത്തെ എയർപോർട്ടുകളിലെ സൗകര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്തെ ഒരു പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവർ നമ്മളോട് പെരുമാറുന്ന രീതി, എത്ര ഫാസ്റ്റായിട്ട് ഇമിഗ്രേഷൻ കഴിയുന്നു, എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, എത്ര ഫാസ്റ്റായിട്ട്, എത്ര ഈസി ആയിട്ട്, സുരക്ഷിതമായിട്ട് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടറാണ്. ആ ഒരു കാര്യത്തിൽ ശരിക്കും ഈ സെക്യൂരിറ്റി സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് ഇവരുടെ വർക്ക് ഫോഴ്സ് എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ള ഒരു കാര്യം. പല സ്ഥലത്തും നമുക്ക് സെക്യൂരിറ്റി ഓഫീസേഴ്സ് കുറവാണ് എന്നുള്ളതാണ് എയർപോർട്ട് നടത്തുന്ന ആളുകളുടെ കംപ്ലയിൻറ്റ്. ഇന്ത്യയിലെ ഒരു എയർപോർട്ടിനുള്ളിൽ നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്രക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ വിസിറ്റേഴ്സ് പാസ് എടുത്തിട്ട് വിസിറ്റേഴ്സ് എൻട്രി വഴി എവിടെയെങ്കിലും കയറാൻ പറ്റും. മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്ക് സെക്യൂരിറ്റി ഏരിയയ്ക്ക് തൊട്ട് മുൻപ് വരെ നമുക്ക് യാത്രക്കാർക്കൊപ്പം ആർക്ക് വേണമെങ്കിലും കയറി പോകാം എന്നുള്ള റൂളുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് ഫിലിപ്പീൻസിൽ മാത്രമാണ് ഞാൻ ഇന്ത്യയിലെ പോലെ ടിക്കറ്റുള്ള ആളുകൾക്ക് മാത്രമേ അകത്ത് കയറാൻ സാധിക്കൂ എന്നുള്ളൊരു റൂൾ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വിമാനത്താവളത്തിനുള്ളിൽ മറ്റുള്ളവർ വന്ന് കയറാതിരിക്കാൻ വേണ്ടി എല്ലാ ഗേറ്റിലും നമ്മുടെ പാസ്പോർട്ടും ഈ പറഞ്ഞ പോലെ ടിക്കറ്റും പരിശോധിച്ച് കടത്തിവിടുന്ന ഒരു പ്രോസസ്സ് തന്നെ വളരെ വലിയൊരു പ്രോസസ്സാണ്. കൊച്ചിയിൽ ചില സമയത്ത് 10-15 മിനിറ്റൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് കൊച്ചിയിലെ എയർപോർട്ടിനുള്ളിൽ നമുക്ക് കയറിപ്പോകാനായിട്ട്. അതേസമയം മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെയുള്ള സേവനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ക്യൂ ഒന്നും നിൽക്കാതെ വിമാനത്തിനുള്ളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു സമ്പ്രദായവും നമുക്ക് പല എയർപോർട്ടുകളിലും കാണാൻ സാധിക്കും. അത് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ലോബികളുടെ കളികളാണോ എന്ന് പോലും ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡൽഹി എയർപോർട്ടുകളിലും മുംബൈ എയർപോർട്ടുകളിലും തിരക്കുള്ള സമയത്ത് ഈ പറഞ്ഞ സംഭവം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഡൊമസ്റ്റിക് യാത്രകളിൽ ഡിജി യാത്ര ഉപയോഗിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വിമാനത്തിനുള്ളിലേക്ക് കയറാം. പാസ്പോർട്ട് വേണ്ട, ID കാർഡ് വേണ്ട, ടിക്കറ്റ് കാണിക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ഫേസ് ആണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും. നേരെ ഡിജി യാത്ര മെഷീനിൻ്റെ അവിടെ പോയിട്ട് നോക്കി ചിരിച്ച് കാണിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പോകാം. സെക്യൂരിറ്റി ചെക്കിൽ സെപ്പറേറ്റ് ലൈൻ ഉണ്ടാവും, അവിടെയും പോയി ചിരിച്ച് കാണിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പോകാം. ഇനി ബോർഡിങ് ചെയ്യുന്ന സമയത്ത് പോലും ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യാതെ ചിരിച്ച് കാണിച്ച് നമുക്ക് അകത്തേക്ക് കയറാവുന്ന ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പല സ്ഥലത്തും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് യാത്ര ഈസിയായി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡൊമസ്റ്റിക്കിൽ ചെയ്തു. ഇനി ഇൻ്റർനാഷണൽ യാത്രകൾ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയും ഡിജി യാത്ര പോലെയുള്ള സിമിലർ സിസ്റ്റം ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ സാധിക്കും, അവരെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും, എയർപോർട്ടിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും പഴയ രീതിയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. ഇന്ത്യയിൽ ഇത്രയും നാൾ പേപ്പർ ഫില്ല് ചെയ്യുന്ന അറൈവൽ കാർഡ് സിസ്റ്റമായിരുന്നു വിദേശികൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം നിലവിൽ വന്നത്, ഈ ഇടയ്ക്കാണ്. അപ്പോൾ അതുപോലും വളരെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ തിങ്സ് ഹാസ് ടു ചേഞ്ച്. കാര്യങ്ങൾ എളുപ്പമാവണം, കാര്യങ്ങൾ ഈസി ആവണം. എയർപോർട്ട് യാത്രകൾ കൂടുതലായിട്ട് ആളുകൾ വിമാനത്താവളങ്ങളും വിമാനങ്ങളും ആശ്രയിച്ച് തുടങ്ങുമ്പോൾ വിമാനയാത്രകൾ എളുപ്പമാക്കാൻ ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ടെക്നോളജി മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഏതെങ്കിലും അധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ദിസ് ആസ് എ റിക്വസ്റ്റ് ആൻഡ് ഡു സംതിങ് വെരി അർജൻറ്റ്. താങ്ക് യു.